ഡോക്ടർ ബി ജയരാജ്, ഇപ്പോഴും നിങ്ങൾ പാലക്കാട്ടെ UDFന്റെ വിജയത്തിൽ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് SDPIക്കും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കുമാണ്. അത് അവരുടെ തന്നെ ബലം കൂട്ടുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരം. പക്ഷേ ഇത് പറയുവാനായിട്ട് LDFനും CPMനും എന്ത് അർഹതയാണുള്ളത്? ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ പുണരാറില്ല, ഞങ്ങൾക്ക് അവരുടെ വോട്ടുകളും വേണ്ട എന്ന് പറയുന്ന നിങ്ങൾ തന്നെ എത്രയോ തവണ ഇപ്പോഴും SDPയുമായിട്ട് കൂട്ടുകൂടി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായ കൂടിക്കാഴ്ചകളും ധാരണകളും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനധികം ചെകഞ്ഞു പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ എന്തിനാണ് UDFന്റെ വിജയത്തിന് തിളക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്? ഇപ്പോഴും പറയുകയാണ് ഓരോ നേതാക്കളും ആദ്യ കമന്റായിട്ട് ഇപ്പോഴും പറയുന്നത് ഈ ഒറ്റ കാര്യം മാത്രമാണ്, UDFനെ വിജയിപ്പിച്ചത് SDPI ആണ്, SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും തണലിലാണ് UDF വിജയിച്ചത് എന്ന്. ഇനിയെങ്കിലും നിർത്താറായില്ലേ? ഇതിനകത്ത് കുറച്ച് നാളായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, ചില പഞ്ചായത്തുകളെങ്കിലും ഭരിക്കുമെന്ന്. VD സതീശനൊക്കെ വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയുണ്ടായി പത്തനംതിട്ടയിലെ കാര്യം. പത്തനംതിട്ടയിൽ 3 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ CPM ഭരിക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക സ്ഥലം, അവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കിഴുപറമ്പ്, അവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഈ 3 സ്വതന്ത്രന്മാരിനകത്ത് ഒരാളുടെ പേര് ഇന്ദിരാമണിയമ്മ എന്നും, രണ്ടാമത്തെ ആളുടെ പേര് K അജിത് കുമാർ എന്നും, മൂന്നാമത്തെ സ്വതന്ത്രന്റെ പേര് ആമിന ഹൈദരാലി എന്നുമാണ്. ഹൈദരാലി എന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി മരിച്ചു പോയപ്പോൾ ആ ഒഴിവിലാണ് ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പത്രങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് VD സതീശൻ പറഞ്ഞ എന്തൊക്കെയാണ്, പത്തനംതിട്ടയിൽ ഇവർ SDPI ആയിട്ട് ചേർന്ന് ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ നേരത്തെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. SDPIയുടെ പിന്തുണയോടുകൂടി ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. SDPI എന്തിനാണ് ഇടതുപക്ഷത്തെ സഹായിച്ചത്? ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മുസ്ലിം ലീഗിന് നിലവിലും ഉണ്ട്, താങ്കൾ ഇല്ല എന്ന് പറയേണ്ട. നിലവിൽ SDPയുമായിട്ട് ഭരിക്കുന്നുണ്ട്. അതിൽ തന്നെ LDF ഭരണമുള്ളത് 4 SDPയും CPMും തമ്മിൽ ഭരിക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത്, അവിടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ SDPIയുടെ വോട്ട് CPM പോലെ മറ്റു പഞ്ചായത്തുകളുമുണ്ട്, വേറെയുമുണ്ട്. ഞാൻ അതിന്റെ ഒരു കണക്ക് നേരത്തെ എടുത്തിരുന്നു. നഗരൂർ പഞ്ചായത്ത് SDPയുടെ പിന്തുണയുടെ, ഇവിടെ തിരുവനന്തപുരത്തിനടുത്താണല്ലോ, തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണല്ലോ നഗരൂർ പഞ്ചായത്ത്. അവിടെ SDPയുടെ പിന്തുണയോടെ LDFന്റെ ഭരണമാണ് നടക്കുന്നത്. അങ്ങനെയുണ്ട്, ഇനിയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. SDPIയെ കൂടെ കൂട്ടുവാൻ LDFന് മടിയില്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുള്ളത്, എവിടെയെല്ലാം റാഡിക്കൽ ഇസ്ലാമുമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ഇടതുപക്ഷങ്ങൾ അല്ലെങ്കിൽ വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂട്ടുകൂടിയിട്ടുണ്ടോ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിച്ച ചരിത്രമാണ് ലോകം മുഴുവനുള്ളത്. അത് ഇറാന്റെ റാഡിക്കൽ ഇസ്ലാം എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഹൊമൈനിയുടെ ഒരു പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഒരു പത്രത്തിനകത്ത് വന്ന വാർത്തയാണ്. ഈ കുത്തുബിസം ആണെങ്കിലും സലഫി ജിഹാദിസം ആണെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാം എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ സംഘപരിവാറിന്റെ കക്ഷികളൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ചില പ്രതിഭാസങ്ങളാണ് വേൾഡ് വൈഡ് ആയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്തു പറഞ്ഞാലും പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് എപ്പോഴും CPMകാരെ കളിയാക്കാറുണ്ട്, അല്ലെ ഇടതുപക്ഷക്കാരെ കളിയാക്കാറുണ്ട്. അതുപോലെ ആഗോള സാഹചര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി കൃത്യമായി പോളിറ്റ് ബ്യൂറോ കൂടി അതിന്റെ പൊളിറ്റിക്കൽ അവലോകനം നടത്തുന്ന ഒരു പാർട്ടി ഒരിക്കലും പ്രാദേശികമായൊരു നീക്കുപോക്കിനോ അല്ലെങ്കിൽ ഒരു ലോക്കൽ നീക്കുപോക്കിനോ SDPI പോലുള്ള സംഘടനകളുമായി ഒരിക്കലും ശ്രമിക്കില്ല. അഥവാ അങ്ങനെ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കള്ളത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരും ചെയ്തതല്ലേ ഞങ്ങൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന ഒരിക്കലും ശരിയാവില്ല. UDF ഇത്തവണ ചെയ്ത എന്താണ്, UDF ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തൃപ്തിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. അത് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ അവർ വിജയിക്കുകയും ചെയ്തു. അല്ല, ഇത്തവണ SDPയുടെ പിന്തുണ LDFന് കിട്ടിയിരുന്നുവെങ്കിൽ LDF വേണ്ട എന്നൊന്നും പറയില്ലായിരുന്നു ഡോക്ടർ ബി ജയരാജ്. എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയണമെങ്കിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയണം. മഞ്ജുഷ കൃത്യമായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന്. എന്ത് അബദ്ധമാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഇന്ന് അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിശദീകരണവും കണക്കിലെടുക്കേണ്ട, നമ്മളുടെ മുമ്പിൽ ചരിത്രം തന്നെ ഉള്ളതാണല്ലോ. ഇത് അകലെ അങ്ങോട്ട് ചികഞ്ഞു പോകേണ്ട ആവശ്യവുമില്ല.
ജമാഅത്തെ ഇസ്ലാമിയുമായി എത്രയോ തവണ എത്ര തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 96-ലും 2004-ലും 2006-ലും 2009-ലും 2011-ലും 2015-ലും ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ലേ? എന്നിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയുവാൻ തോന്നുന്നത് ഡോക്ടർ ബി ജയരാജ്? അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം ലീഗിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് SDPIയും മതോദികളും എല്ലാം പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ടിരുന്നത്. ആ പിന്തുണ വേണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ. ഒരു വർഗീയ കക്ഷികളുടെയും പിന്തുണ ഇല്ലാതെയാണ് മത്സരിക്കുന്നതെന്ന്. അന്ന് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ചരിത്രപരമായ ഒരു പ്രസ്താവന തന്നെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ CPM നേതാക്കളെ വന്ന് കാണുന്നതിൽ രമേശ് ചെന്നിത്തല എന്തിനാണ് ഇത്രമാത്രം വിരളി പിടിക്കുന്നത് എന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് UDF ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും പിന്തുണയോടുകൂടി പാലക്കാട് ജയിച്ചു. ഇതിൽ എന്തിനാണ് CPM വിരളി പിടിക്കുന്നത്? BJP അങ്ങനെ പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല, BJPക്ക് അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ CPMന്റെ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ലീഗ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. ലീഗിന്റെ അടിസ്ഥാനത്തിൽ ലീഗിന്റെ വേരുകളാണ്, അല്ലെ ലീഗിന്റെ കാൽച്ചോട്ടിൽ നിന്നാണ് ശരിക്കും മണ്ണലിച്ചു പോയിട്ട് ഈ മതോദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ ഈ SDPIയും മറ്റു പാർട്ടികളും എല്ലാം ഉണ്ടായത്. എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. അവർക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ലീഗിനെ വരെ ഒരു പക്ഷേ ഇപ്പൊ ലീഗിനെ വരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ വരെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണെന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ എന്തൊരു പ്രചരണമാണ് നടത്തിയത്? വീടാന്തരം കയറി ഇറങ്ങി വർഗീയമായിട്ട് പച്ചയായ വർഗീയത പറഞ്ഞ് ഈ ഷാഫി പറമ്പലിന്റെ വിദേശത്തുള്ള പര്യടനത്തിൽ, ദുബായ്, അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിൽ നടത്തിയ പര്യടനത്തിൽ പച്ചയായ വർഗീയത തന്നെ പറഞ്ഞാണെന്ന് അവിടെ നിന്നുകൊണ്ട് ഈ എന്താണ് KMCCയുടെ യോഗങ്ങളിലെല്ലാം പച്ചയായ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ രീതി തന്നെയാണ് വടകരയിൽ അവലംബിച്ചത്. അതേ രീതി തന്നെയാണ് ഇത്തവണ പാലക്കാട് അവലംബിച്ചത്. അതിന് രാഹുൽ മാങ്കൂട്ടം അവിടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ആയെന്നെ മത്സരിച്ചുള്ളൂ. അതായത് ഷാഫി പറമ്പലിന്റെ പ്രതിനിധിയായിട്ടാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുന്നത്. ആ മത്സരിച്ചിട്ട് ഇതേ വർഗീയ കാർഡെടുത്ത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില. ആ വലിയ വില എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യമാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അത് കേരളം കാണാൻ പോവാണ്, കേരളം സാക്ഷ്യപ്പെടുത്താൻ പോവാണ്. ശരി ശരി ഡോക്ടർ ബി ജയരാജ്, പക്ഷേ എനിക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ അവർ CPMനെയും LDFനെയും പിന്തുണയ്ക്കുമ്പോൾ അവർ ജനാധിപത്യവാദികളായി മാറുന്നു. തിരിച്ച് UDFനെ പിന്തുണയ്ക്കുന്ന സമയത്ത് അവർ മതമൗലികവാദികളും വർഗീയ ശക്തികളുമായി മാറുന്നു. ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് എന്തിനാണ് LDFനെ എന്നാണ്. ഞങ്ങളും സ്വീകരിക്കുകയില്ല, നിങ്ങളും സ്വീകരിക്കുകയില്ല എന്ന് പറയാമോ എന്ന് ചോദിക്കണം. പക്ഷേ ചരിത്രം നിങ്ങളെ തിരിഞ്ഞുകുത്തും. അതാണ് പ്രശ്നമുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം.